ഭരണഘടനയുടെ 194 വകുപ്പ് പ്രകാരം സഭയിലെ നിയമസഭയാണെങ്കിലും 102 വകുപ്പ് പ്രകാരം പാർലമെൻറ്റിലാണെങ്കിലും അവിടെയുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് രാജ്യത്തിൽ മറ്റാർക്കും കിട്ടുന്നതിനേക്കാട്ടിലും വലുതാണ്. അത്രയും വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൻ്റെ കാര്യം ഭീതിയില്ലാതെ പുറത്തു പറയാൻ കഴിയാത്ത കാര്യങ്ങൾ, അഴിമതി ഉൾപ്പെടെയുള്ള വളരെ സംഭവബഹുലമായി മാറുന്ന കാര്യങ്ങൾ പറയുവാൻ ഒരു സാമാജികന് അതിനുള്ള ഒരു അവകാശമാണ് ആ 194ലും 102ലും പറയുന്നത്. ശ്രീ ഡോക്ടർ മാത്യു കോയൽനാടൻ, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. ഇന്നത്തെ CPM എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസം ആ AP വർക്കിയിൽ നിന്നും CN മോഹനിലേക്കുള്ള മാറ്റമാണ് ഇന്നത്തെ CPM എന്ന പാർട്ടിയുടെ മാറ്റം. ഞാൻ ഇന്ന് അങ്ങയുടെ അനുമതി ചോദിച്ച് ഇന്ന് CPM നടക്കുന്ന കാര്യങ്ങളുടെ ഒരു അടുത്ത രൂപം, ഈ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയം ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള അനുമതി ചോദിച്ചിരുന്നു. ഞാൻ ആ വിഷയം ഒന്ന് അവതരിപ്പിക്കാൻ വിചാരിക്കുകയാണ്. മറ്റൊന്നും അത് ഡിനൈ ചെയ്തിരിക്കുന്നു. ചെയർ അനുമതി തരില്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൈക്രോഫോൺ ഓഫ് ചെയ്യും. ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മൈക്രോഫോൺ ഓഫ് ചെയ്യും. വളരെ ക്ലിയറായി ചെയർ പറഞ്ഞ കാര്യമാണ്. രേഖകൾ ഹാജരാക്കണം. ഹാജരാക്കിയ രേഖകളിൽ ചെയർ തൃപ്തനല്ല. സോ ഐ കാണ്ട് അലൗ. Sorry, Matthew Koyalnadan. Sorry, I can't allow to raise the allegation in this floor. Sorry, I can't allow this allegation in this floor. Sorry. Yes. If you can speak up. സംസാരിക്കണം. No. Yes. ഇദ്ദേഹത്തിന് മൈക്രോഫോൺ കൊടുക്കുക. നിയമസഭാ ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമായ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതൊരംഗത്തിനും ഈ നിയമസഭയിൽ ആർക്കെതിരായിട്ടും അഴിമതി ആരോപണമോ മറ്റേതെങ്കിലും ആരോപണമോ എഴുതി കൊടുത്താൽ ഉന്നയിക്കാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് കീഴ്വഴക്കമാണ്. മുതിർന്ന അംഗം റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഞാൻ വായിക്കാം. ബഹുമാനപ്പെട്ട അംഗത്തിന് അനുവദിക്കാം. അദ്ദേഹം ഇരിക്കും പ്ലീസ്. 285 റൂൾ 285 ഒരാൾക്കെതിരെയുള്ള ആരോപണം സംബന്ധിച്ച നടപടിക്രമം. അതിൽ സെക്കൻഡ് പാര, അങ്ങനെയുള്ള ആരോപണം സഭയുടെ അന്തസ്സിന് ഹാനികരമാണോ, അങ്ങനെയുള്ള ആരോപണം കൊണ്ടുവരുന്നത് കൊണ്ട് യാതൊരു പൊതു താല്പര്യവും നിറവേറ്റുന്നില്ലെന്നും സ്പീക്കർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ആരോപണം കൊണ്ടുവരുന്ന ഏതൊരു അംഗത്തെയും ഏത് സമയത്തും സ്പീക്കർക്ക് തടയാവുന്നതാണ്. അദ്ദേഹം എഴുതി തന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ അത്തരമൊരു രേഖയില്ല. ഒരു ഫോട്ടോസ്റ്റാറ്റ് കടലാസ് കൊണ്ടുവന്ന് ഈ സഭയുടെ സാങ്ക്ടിറ്റി കളയാൻ ചെയർ തയ്യാറല്ല. ഇഫ് യു ക്യാൻ സ്പീക്ക്. യെസ്. ശ്രീമതി ശാന്തകുമാരിക്ക് നിങ്ങൾ സംസാരിക്കാം. അപ്പൊ ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ആരും ചിരിച്ചു പോകുന്ന ആരോപണം വരെയും മഹനീയമായ സഭയുടെ തലത്തിൽ ഇപ്പോൾ ഈ മീൻവണ്ടിയിൽ കൊണ്ടുവരുന്ന പണം എന്നൊക്കെ പറയുമ്പോൾ ഉപോദ്ബലകമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും ഇല്ലാതെ ഒരു പക്ഷേ ഉന്നയിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള ന്യായീകരണം ഉണ്ടായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ളതൊക്കെ അംഗീകരിക്കുകയും ഈ ഒരു സാഹചര്യത്തിൽ വളരെ ഗൗരവകരമായിട്ട് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഇത്രയും വലിയൊരു അന്വേഷണം നടക്കുന്ന ഒരു വിഷയത്തിനെ സംബന്ധിച്ച് ആരോപണം അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിൽ നിയമനിർമ്മാണ സഭയുടെ നടത്തിപ്പിൽ നാം ഇരട്ടത്താപ്പെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിൻ്റെ മഹനീയമായിട്ടുള്ള ജനാധിപത്യ പാരമ്പര്യത്തിലെ മഹനീയമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണ്. അത് ചട്ടങ്ങളും അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ അനുവദിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് പിന്നെ പുറത്ത് പറയാനൊക്കുമോ? പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റു പല കാര്യങ്ങളും പ്രൊസീഡിങ്സും അതിൻ്റെ പുറകെ വരികയില്ലേ? ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങളെ അല്ല നാം ഭയപ്പെടേണ്ടത്, അതിന് മറുപടി കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കേണ്ടത്. അപ്പം മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ചോദ്യം ഉന്നയിക്കുന്ന ആളിൻ്റെ നാവ് തുന്നിക്കെട്ടുവാൻ തീരുമാനിക്കപ്പെടുന്നത്. തീർത്തും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കോടതിയുടെ പരിഗണനയിലുള്ള എത്രയോ വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഉൾപ്പെടെ. അതുകൊണ്ട് ഇവിടെ ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിയമസഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ അനുവർത്തിക്കുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെയോ ഒരു വ്യക്തിയുടെയോ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെയോ മാത്രം സ്വത്തല്ല. നമ്മുടെ എല്ലാം സമാഹിത സ്വത്തായതുകൊണ്ട് അതിൻ്റെ മാന്യത പ്രിസർവ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം സാധാരണ ജനപ്രതിനിധിക്കും സ്പീക്കർക്കും ഉൾപ്പെടെ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇറ്റ്സ് ആർ കളക്റ്റീവ് വെൽത്ത് അല്ലേ? അപ്പോൾ അവിടെയും ഇരട്ടത്താപ്പുകൾ പ്രകടമാകുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്.